السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. അള്ളാഹു സുബ്ഹാനഹു വതആല വജഹം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വതആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. വിശ്വാസ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതകൾ അത് വളരെ വേഗത്തിൽ സൂചിപ്പിക്കുന്ന നമ്മുടെ ഈ ആമുഖമായിട്ടുള്ളൊരു ഈ പഠന സംരംഭത്തിൽ നമ്മൾ ഏറ്റവും കഴിഞ്ഞ ക്ലാസ്സിൽ വിശ്വാസ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അതായത് അള്ളാഹുവിനെ സംബന്ധിച്ചും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചും ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചും നമ്മൾ ആമുഖമായി ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇനി നമുക്ക് അതിൽ ചില കാര്യങ്ങളെ സംബന്ധിച്ച് കുറച്ച് കൂടുതൽ വിശദമായി സംസാരിക്കേണ്ട ചില പ്രധാനപ്പെട്ട മസലകളുണ്ട്. അതിൽ ഓരോന്നോരോന്നായി ഇൻഷാ അല്ലാഹ് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ അതിനനുസരിച്ച് നല്ല നല്ല മാറ്റങ്ങൾ വരുത്തുവാനും നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ഏറ്റവും എളുപ്പവും ഏറ്റവും കൃത്യവുമായിട്ടുള്ള വിശദീകരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ച് നടന്ന ഹദീസ് ജിബീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഹദീസിൽ വളരെ കൃത്യമായി വിശദീകരിക്കപ്പെടുന്നുണ്ട്. ആ ഹദീസിൽ അതിന്റെ ചുരുക്കം എന്നുള്ളത്, സഹാബത്തും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മസ്ജിദുൻ നബവിയിൽ ഇരിക്കുകയും ആ ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സഹാബികൾപ്പെട്ട ചില എന്താ പറയുക, മാനുഷികമായി ഉണ്ടാവുന്ന ചില അബദ്ധങ്ങൾ, ചില ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കുറച്ച് പ്രയാസമുണ്ടാക്കുകയും ചെയ്ത് എല്ലാവരും എന്ത് ചെയ്യണം എന്നറിയാതെ ഇനി എന്തെങ്കിലും ചോദിക്കണോ അല്ലെങ്കിൽ എന്താ ചോദിക്കുക എന്നങ്ങനെ ഒരു ഭയപ്പെട്ടുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ അവരിടയിലേക്ക് ഒരു വ്യക്തി കടന്നു വരിക. ആ വ്യക്തിയെ സംബന്ധിച്ച് കാണാം, അവർക്കാർക്കും ആ വ്യക്തിയെ പരിചയമില്ല. ആ ഇരിക്കുന്ന കൂട്ടത്തിലുള്ള മദീനത്ത് സ്വഹാബിമാരിൽ ഒരാൾക്കും അയാളെ കണ്ട് പരിചയമില്ല, ആർക്കും അറിയുകയില്ല അതാരാണെന്ന്. അപ്പോ പുറത്തു നിന്ന് ഒരാളാവാനുള്ള സാധ്യതയും അങ്ങനെ ഒരു യാത്ര ചെയ്തതിന്റെ അടയാളങ്ങളും കാണുന്നില്ല. ഒന്നുകിൽ മദീനത്തെ പുറത്തുള്ള ആളായിരിക്കും. അങ്ങനെയാണെങ്കിൽ അന്നത്തെ കാലത്തെ യാത്ര എന്ന് പറയുന്ന മരുഭൂമിയിലുള്ള യാത്ര, ആ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിൽ പൊടി പിടിക്കും, മുടി ജട പിടിക്കും, അങ്ങനത്തെ ഒരുപാട് അടയാളങ്ങൾ, വസ്ത്രത്തിൽ കറ പിടിക്കും, അങ്ങനത്തെ അടയാളങ്ങളൊന്നും അയാളിൽ കാണുന്നില്ല. എന്നാൽ മദീനത്തുള്ള ആണെങ്കിൽ മദീനത്തുള്ള ഒരാൾക്കും അയാളെ പറ്റി അറിയുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേക ഒരു അവസ്ഥയിൽ ഒരാൾ കടന്നു വരികയാണ്. അയാൾ കടന്നു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഞാൻ അടുത്ത് വന്നിരിക്കട്ടെ എന്ന അനുവാദം ചോദിച്ച് അടുത്തേക്ക് വന്ന് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടടുത്ത് കാലുമുട്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന രൂപത്തിൽ അത്രയും അടുത്ത് ആ വ്യക്തി വന്നിരിക്കുകയാണ്. എന്നിട്ട് ആ വ്യക്തി 5 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. 5 ചോദ്യങ്ങൾ സ്വഹാബത്ത് കേൾക്കുന്ന രൂപത്തിൽ ഉറക്കെ ചോദിക്കുകയും ആ 5 ചോദ്യങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയും ചെയ്യുന്ന ഈ ഹദീസിനെയാണ് ഹദീസ് ജിബ്രീൽ എന്ന് പറയുന്നത്. ഇത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, നമുക്ക് ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ അതുപോലെ ഹദീസുകളിൽ എല്ലാ അറിവുകളെയും അല്ലെങ്കിൽ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് മൊത്തത്തിൽ ഒരു ധാരണ കിട്ടാൻ നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു ഹദീസാണ് ഈ ഹദീസ് എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിക്കാറുണ്ട്. സൂറത്തുൽ ഫാത്തിഹയെ ഉമ്മുൽ ഖുർആൻ അല്ലെങ്കിൽ ഉമ്മുൽ കിതാബ് എന്ന് വിളിക്കുന്നത് പോലെ ഈ ഹദീസിനെ പണ്ഡിതന്മാർ ഉമ്മുസുന്ന എന്നാണ് വിളിക്കാറുള്ളത്. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ഈ ഹദീസ്, ഈ 5 ചോദ്യങ്ങൾ ചോദിക്കുകയും എന്നിട്ട് ആ 5 ചോദ്യങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയും ചെയ്യും.
എന്നിട്ട് എന്ത് ചെയ്യും? വന്ന വ്യക്തി അവിടെ നിന്ന് മടങ്ങിപ്പോവും, എഴുന്നേറ്റ് പോവും. കുറച്ചു നേരം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയും, ഇപ്പോ ഈ ചോദ്യങ്ങൾ ചോദിച്ച് കടന്നു വന്ന ഈ വ്യക്തിയെ നിങ്ങൾ തിരിച്ചു മടക്കി കൊണ്ടുവരാൻ സഹാബത്തിനോട് കൽപ്പിക്കും. സഹാബത്ത് പല വഴിക്ക് അന്വേഷിച്ചു പോകുമെങ്കിലും അയാളെ കണ്ടെത്താൻ സാധിക്കാതെ വരും. അപ്പൊ നിരാശരായി വരുന്ന സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, വന്നത് ജിബ്രീലായിരുന്നു. ജിബ്രീൽ വന്നത് നിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഈ ഒരു ഹദീസിൽ നമ്മുടെ വിഷയ ബന്ധപ്പെട്ട ഭാഗം ഈ 5 ചോദ്യങ്ങളാണ്, അതിനുള്ള ഉത്തരങ്ങളാണ്. എന്താണ് 5 ചോദ്യങ്ങൾ? ഒന്നാമത് ചോദിക്കുന്ന ചോദ്യം, ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ വന്ന് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം, മൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? ഇസ്ലാം കാര്യങ്ങൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള 5 കാര്യങ്ങൾ, ആ 5 കാര്യങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടിയായിട്ട് പറഞ്ഞു കൊടുക്കും. എന്താണ്? അൻ തഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ തുഖീമ സ്വലാ വ തുഅതിയ സക്കാ വ തസൂമ റമളാൻ വ തഹുജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല. ഈ 5 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് മറുപടിയായി പറഞ്ഞു കൊടുക്കും. ഇതാണ് ഇസ്ലാം. ഒന്നാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത്. ഇത് നീ സാക്ഷ്യം വഹിക്കൽ, അത് നീ അംഗീകരിക്കലാണ്, അത് നീ പ്രഖ്യാപിക്കലാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് വ തുഖീമ സ്വലാ, നീ നിസ്കാരം നിലനിർത്തണം. പിന്നെ വ തുഅതിയ സക്കാ, നീ സകാത്ത് കൊടുത്തു വീട്ടണം. വ തസൂമ റമളാൻ, നീ റമളാനിൽ നോമ്പ് അനുഷ്ഠിക്കണം. വ തഹുജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല, നിനക്ക് കഴിവുണ്ടെങ്കിൽ ആരോഗ്യപരമായും സാമ്പത്തികപരമായും മറ്റ് നിർഭയത്വവും മറ്റ് എല്ലാ സൗകര്യങ്ങൾ കൊണ്ട് നിനക്ക് സാധിക്കുമെങ്കിൽ, കഴിവുണ്ടെങ്കിൽ നീ അള്ളാഹുവിന്റെ ഭവനമായ കഅബയെ ലക്ഷ്യമാക്കിക്കൊണ്ട് കടന്നു വരികയും ഹജ്ജിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുകയും വേണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ 5 കാര്യങ്ങൾ, ഇതാണ് ഇസ്ലാം എന്നതിന് വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു. രണ്ടാമത് ചോദിക്കുന്നത് മൽ ഈമാൻ, എന്താണ് ഈമാൻ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു മറുപടി പറയുന്നത് എന്താ? അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വ ശർരിഹി. ഈമാൻ എന്നാൽ നീ അള്ളാഹുവിൽ വിശ്വസിക്കലാണ്, വ മലായികതിഹി, അവന്റെ മലക്കുകളിൽ വിശ്വസിക്കലാണ്, വ കുതുബിഹി, അവന്റെ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കലാണ്, വ റുസുലിഹി, അവന്റെ റസൂലുമാരിൽ വിശ്വസിക്കലാണ്, വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിൽ വിശ്വസിക്കലാണ്, വൽ ഖദരി ഖൈരിഹി വ ശർരിഹി, ഖദറിലെ നന്മയിലും തിന്മയിലും വിശ്വസിക്കലാണ്. ഇതാണ് ഈമാൻ എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള ഈമാൻ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിന് ശേഷം വരുന്ന ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹി ഇസ്ലാം ചോദിക്കുകയാണ്, മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ? അല്ലെ, പണ്ഡിതന്മാർ വിശദീകരിക്കാറ് 3 സ്റ്റെപ്പുകളാണ്, 3 ദറജകളാണ്, 3 മർത്തബകളാണ് ദീനിന്റെ. ഒന്നാമത്തെ മർത്തബ ഇസ്ലാം എന്ന മർത്തബയാണ്, രണ്ടാമത്തത് ഈമാൻ എന്ന മർത്തബ, മൂന്നാമത്തത് മൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്ന മർത്തബയാണ്. അതിനെപ്പറ്റി ചോദിക്കപ്പെടുമ്പോൾ വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്, അവൻ അള്ളാഹുവിനെ നീ കാണുന്നുണ്ട് എന്നതുപോലെ അവന് നീ ഇബാദത്ത് ചെയ്യലാണ്. ഇഹ്സാൻ എന്ന് വെച്ചാൽ അള്ളാഹുവിനെ നീ കാണുന്നുണ്ടെങ്കിൽ നീ അവനെ എങ്ങനെയാണോ ഇബാദത്ത് ചെയ്യുക അതുപോലെ ഇബാദത്ത് ചെയ്യുക. ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതാണ് ഇഹ്സാൻ. ഇഹ്സാൻ എന്ന് വെച്ചാൽ അള്ളാഹുവിനെ നമ്മൾ കാണുന്നുണ്ട്, അല്ലെ, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു നമ്മൾ നേർക്ക് നേരെ കാണുകയാണെങ്കിൽ നമ്മുടെ ഇബാദത്ത് എത്രമാത്രം കുറ്റമറ്റതായിരിക്കും, എത്രമാത്രം പെർഫെക്റ്റ് ആയിരിക്കും, അല്ലെ. നമ്മുടെ കഴിവിന്റെ
ഏറ്റവും മാക്സിമം നന്നാക്കാൻ നമ്മൾ പരിശ്രമിക്കും. അതുപോലെ നീ അവനെ ഇബാദത്ത് ചെയ്യലാണ് ഇഹ്സാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾക്ക് അങ്ങനെ അത്ര അള്ളാഹു കാണുന്നുണ്ട് എന്ന രൂപത്തിൽ നമുക്ക് ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ കാണുന്നില്ലെങ്കിലും അവൻ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ചിന്തയോടുകൂടെ ഇബാദത്ത് ചെയ്യലാണ് ഇഹ്സാൻ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് പോലെ ഇസ്ലാമിന്റെ 3 പദവികളാണ്. ഒന്നാമത്തത് ഇസ്ലാം, രണ്ടാമത്തത് ഈമാൻ, മൂന്നാമത്തത് ഇഹ്സാൻ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 3 പദവികളിൽ ഓരോന്നോരോന്നായി നമുക്ക് പൂർണ്ണമായിട്ടും വിശദീകരിക്കാൻ കഴിയില്ലെങ്കിൽ കൂടെ അതിൽ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ, അർക്കാനുകളെ സംബന്ധിച്ച് ഇവിടെ വിശദീകരിക്കേണ്ടതുണ്ട്. അതിലൊന്നാമത് ഇസ്ലാം കാര്യത്തിലെ ആദ്യത്തെ കാര്യം എന്താണ്? 2 ഷഹാദത്തുകൾ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന 2 ഷഹാദത്തുകൾ. അല്ലെ, ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം ചൊല്ലുന്നതാണ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ. നമ്മൾ ശ്രദ്ധിക്കണം, എന്താണ് ഈ സാക്ഷ്യം വഹിക്കുന്ന ഈ ഷഹാദത്തിന്റെ ഉദ്ദേശം, താല്പര്യം എന്താണ്? വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എത്രയോ ആളുകൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന് നാവ് കൊണ്ട് ഉച്ചരിക്കുകയും എന്നാൽ അതിന് ദീൻ പഠിപ്പിച്ചു തന്ന ആശയം മനസ്സിലാക്കാതെ പോവുകയും ചെയ്ത ആളുകൾ ധാരാളമുണ്ട്. ഇപ്പോ നമ്മുടെ നാട്ടിൽ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുറക്കെ സംസാരിക്കാനും അത് അവരുടെ നാവുകളിൽ ആവർത്തിച്ച് ഉരുവിടാനും മക്കൾക്കത് പറഞ്ഞു കൊടുക്കാനും സമൂഹത്തിൽ അതിൻ്റെ ആളുകളാണെന്ന് വാദിക്കാനും ഒന്നും ഒരു മടിയുമില്ലാതെ അങ്ങനെ അതിൽ അഭിമാനം കൊള്ളുന്ന ആളുകളാണ് എന്ന് അവകാശപ്പെടുന്നവരിൽ പോലും എത്രയോ ആളുകൾക്ക് എന്താണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്നറിയാത്തൊരു വളരെ ഭയാനകരമായ ഒരു അവസ്ഥാവിശേഷം നമ്മുടെ നാട്ടിൽ പോലും ഉണ്ട്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം? എന്താണ് അത് ചൊല്ലിയാൽ, ഒരാൾ അത് അംഗീകരിച്ചാൽ, അത് പ്രഖ്യാപിച്ചാൽ അയാളുടെ മേൽ നിർബന്ധമാകുന്ന ബാധ്യതകൾ എന്തൊക്കെയാണ്? ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട, ദീനിലെ ഒന്നാമത് നമ്മൾ പഠിച്ചിരിക്കേണ്ട വസ്തുതയാണ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാ? അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മാർഗം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കാര്യം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്ത, അദ്ദേഹത്തിന്റെ സംസാരം സ്വീകരിക്കാതിരുന്ന, അദ്ദേഹത്തിന് ശത്രുവായി പരിഗണിച്ച മക്ക മുശ്രിക്കുകൾ, ആ മക്ക മുശ്രിക്കുകൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാ കേട്ടപ്പോൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? അവർ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്, റിയാക്ട് ചെയ്തത് എന്ന് അള്ളാഹു ഖുർആനിൽ എടുത്തു കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കണേ, ലാ ഇലാഹ ഇല്ലല്ലാ കേട്ടപ്പോൾ മക്കക്കാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞത് കൊണ്ട് അദ്ദേഹം അർത്ഥമാക്കിയത് എന്താണ്, അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്, അതിലൂടെ നമ്മളുടെ മേൽ നിർബന്ധമാകുന്ന ബാധ്യതകൾ എന്താണ് എന്നേറെക്കുറെ നമുക്ക് ആ ഒരു പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് അവർ പ്രതികരിച്ചത്? അവർ പറയണ അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. മക്കക്കാര് ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കുമ്പോൾ അവർ പ്രതികരിച്ച അവരുടെ റെസ്പോൺസ് ഇങ്ങനെ, അവർ പറയണ അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, ഇവൻ എല്ലാ ഇലാഹുകളെയും ഒരു ഇലാഹാക്കണം. മക്കക്കാർ ചോദിക്കണം, എല്ലാ ഇലാഹുകളെയും ഇവൻ ഒരു ഇലാഹാക്കണോ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? മക്കക്കാർ അള്ളാഹുവിനെയും ഇബാദത്ത് ചെയ്തിരുന്നു, അള്ളാഹുവിനോടും പ്രാർത്ഥിച്ചിരുന്നു, ലാത്തയോടും പ്രാർത്ഥിച്ചിരുന്നു, ഉസ്സയോടും പ്രാർത്ഥിച്ചിരുന്നു, മനാത്തയോടും പ്രാർത്ഥിച്ചിരുന്നു, നബിമാരോട് പ്രാർത്ഥിച്ചിരുന്നു, സ്വാലിഹീങ്ങളോട് പ്രാർത്ഥിച്ചിരുന്നു, കല്ലിനോട്, മരത്തിനോട്, സൂര്യചന്ദ്രന്മാരോടൊക്കെ പ്രാർത്ഥിച്ചിരുന്ന ആളുകൾ മക്കക്കാരിലുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഒന്നിനും ആരാധിക്കാൻ പാടില്ല, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം.
അതാണ് അവർ പ്രതികരിച്ചത്. ഇവൻ എല്ലാത്തിനെയും എല്ലാ ആരാധ്യന്മാരെയും ഒരു ആരാധ്യനാക്കുകയാണോ എന്നവർ പ്രതികരിച്ചത് അതാണ്. അതുകൊണ്ടാണ് ലേ ലാ ഇലാഹ ഇല്ലല്ല എന്നുള്ള വാക്ക് തന്നെ നിങ്ങൾ നോക്കിയേ. ലാ ഇലാഹ ഇല്ലല്ല. എന്താ ലാ ഇലാഹ എന്ന വാക്കിന്റെ അർത്ഥം? ഒരു ഇലാഹും ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഒരു കാര്യവും ഇല്ല. നിഷേധിക്കുകയാണ് നമ്മൾ. ഒരാൾക്കും ആരാധിക്കപ്പെടാൻ ഇബാദത്ത് നൽകപ്പെടാൻ അർഹതയുള്ള ഒരു കാര്യമില്ല ഈ പ്രപഞ്ചത്തിൽ. അതിലെല്ലാം പെട്ടു. എല്ലാവരും അതിൽ ഉൾക്കൊണ്ടു. റസൂലുമാർ ഉൾക്കൊണ്ടു, നബിമാർ ഉൾക്കൊണ്ടു, മലക്കുകൾ ഉൾക്കൊണ്ടു, ജിന്ന്, സ്വാലിഹീങ്ങൾ, കല്ല്, മരം, സൂര്യ, നക്ഷത്രങ്ങൾ, ചന്ദ്രൻ എല്ലാം അതിൽ ഉൾക്കൊണ്ടു. ലാ ഇലാഹ. ഒരാൾക്കും അതിനൊരു അർഹതയുമില്ല. ഒരാൾക്കുമില്ല. ഒരു സൃഷ്ടിക്കുമില്ല, ഒരു വ്യക്തിക്കുമില്ല, ഒരു പ്രതിഭാസത്തിനുമില്ല. ലാ ഇലാഹ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നതാണ് ഇബാദത്ത് നൽകപ്പെടാൻ അർഹതയുള്ള ഒരു കാര്യവും ഇല്ല, ഒന്നുമില്ല. അതിലെല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടു. എന്നിട്ട് പറയാണ് ഇല്ലല്ലാ, അള്ളാഹു ഒഴികെ. എന്ന് വെച്ചാൽ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അള്ളാഹുവിനല്ലാതെ മറ്റൊന്നിനെയും ഇബാദത്ത് ചെയ്യാൻ പാടില്ല. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നാവ് കൊണ്ട് കുറേ തവണ ആവർത്തിച്ച് പറഞ്ഞു, പക്ഷേ അവന്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ പുറമെ മറ്റു പലരെയും അവൻ ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഷഹാദത്ത് അവൻ പൂർത്തീകരിച്ചിട്ടില്ല. ആ പറയുന്ന വാക്ക് വെറും വാക്കാണ്. ആ വാക്ക് അവന്റെ ജീവിതത്തിൽ അവൻ അതിന് അർഹിക്കുന്ന വില നൽകിയിട്ടില്ല. അത് അവന്റെ ജീവിതം കൊണ്ട് അവൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പൂർത്തീകരിച്ചിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ വക്താവാകുന്നത്, അതിൻ്റെ ആളാകുന്നത് ഈ ലാ ഇലാഹ ഇല്ലല്ലാ ഉച്ചരിച്ച പ്രഖ്യാപിച്ച അന്നു മുതൽ മറ്റെല്ലാ ആരാധ്യന്മാരെയും ആരാധിക്കാതെ ഇരിക്കുമ്പോഴാണ്, അതിനെല്ലാം ആരാധിക്കുന്നത് അവസാനിപ്പിക്കുമ്പോഴാണ് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലയുടെ ആളായിത്തീരാം. അപ്പൊ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമേ ഇബാദത്ത് നൽകപ്പെടാൻ അർഹതയുള്ള ഒരു കാര്യവുമില്ല, ഒരു ഇലാഹുമില്ല. എല്ലാ ഇബാദത്തുകൾക്കും നമ്മുടെ പ്രാർത്ഥനയായിക്കോട്ടെ, സഹായതേട്ടമായിക്കോട്ടെ, അല്ലെങ്കിൽ ഇസ്തിഗാസ, എന്ത് നമ്മൾ പേരിട്ട് പറഞ്ഞാലും ഇബാദത്താകുന്ന എന്തൊരു കാര്യവും അത് അർഹിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തൊട്ടടുത്ത് വരുന്ന രണ്ടാമത്തെ ഷഹാദത്ത് മുഹമ്മദുൻ റസൂലുള്ളാഹ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് അംഗീകരിച്ച് നമ്മൾ അതിനോടൊപ്പം മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മേൽ നിർബന്ധമായ ബാധ്യതയാകുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊരാൾ പൂർത്തീകരിക്കാത്തിടത്തോളം അവന്റെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള വാക്ക് അത് വെറും വാക്കാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഈ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആ ഒരു സാക്ഷ്യം പറയൽ, ആ ഒരു പ്രഖ്യാപനം, അത് റബ്ബിന്റെ അടുക്കൽ നമുക്ക് ഉപകരിക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന 4 കാര്യങ്ങളാണ്. നിങ്ങൾ എഴുതി വെക്കണം, എഴുതി തന്നെ പഠിക്കണം. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് പ്രഖ്യാപിക്കുന്നവന്റെ മേൽ നിർബന്ധമാകുന്ന 4 ബാധ്യതകൾ എന്തൊക്കെയാണത്? ഒന്നാമത്തെ ബാധ്യത, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോടൊരു കാര്യം കൽപ്പിച്ചാൽ ഇത് ചെയ്യ്, ഇങ്ങനെ പ്രവർത്തിക്ക്, ഇങ്ങനെ പറയ് എന്ന് നമ്മളോട് കൽപ്പിച്ചാൽ അത്തരം കൽപ്പനകളിൽ അദ്ദേഹത്തെ അനുസരിക്കണം. അത്തരം കൽപ്പനകൾ നമുക്കത് ചെയ്യാൻ ഇഷ്ടമില്ല, അല്ലെങ്കിൽ നമ്മൾ കുറേ കാലമായി അത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നാട്ടിൽ അങ്ങനെ ഒന്നും ചെയ്ത് ശീലമില്ല, എങ്ങനെയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചാൽ അത് അനുസരിക്കലാണ് ഒന്നാമത്തെ ബാധ്യത. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു വൈൻ തുതീഉഹു തഹ്തദു.
നിങ്ങൾ അദ്ദേഹത്തെ അനുസരിച്ചാൽ നിങ്ങൾ ഹിദായത്തിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ളലാലത്തിലാകും, വഴിവഴച്ചു പോകും. നമുക്കൊരിക്കലും സിറാത്തുൽ മുസ്തഖീമിലേക്ക് എത്താൻ സാധിക്കില്ല. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം. ഒന്നാമത്തെ ബാധ്യത അതാണ്. രണ്ടാമത്തെ ബാധ്യത അതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നമ്മളോട് വിരോധിച്ചു കഴിഞ്ഞാൽ, ചെയ്യരുത് എന്ന് കൽപ്പിച്ചു കഴിഞ്ഞാൽ, ആ നിരോധങ്ങളിൽ നമ്മൾ വിട്ടുനിൽക്കണം. നമുക്ക് അങ്ങേയറ്റം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യരുത്, അത്രേ ഉള്ളൂ. നമ്മൾ എത്രയോ കാലമായി ചെയ്ത് ശീലിച്ചിട്ടുള്ള കാര്യമാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യരുതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കണം, വിട്ടു നിൽക്കണം. അത് ലോകത്തെല്ലാ ആളുകളും ചെയ്യുന്നുണ്ടല്ലോ, ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ചെയ്യാത്തപ്പോൾ ആരാ ഉള്ളത് എന്നുള്ള ന്യായീകരണത്തിനൊന്നും അവിടെ യാതൊരു സ്ഥാനവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴിവാക്കാൻ പറഞ്ഞാൽ ഒഴിവാക്കുക, ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കുക. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കാര്യങ്ങൾ, നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്ത ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ സയൻസിന്റെ മറ്റ് കണ്ടുപിടുത്തങ്ങൾ, മറ്റു ഉപകരണങ്ങൾ, അത്തരം തിയറികൾ, സംവിധാനങ്ങൾ, ഇതുകൊണ്ടൊന്നും നമുക്ക് ഉറപ്പുവരുത്താൻ, വെരിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതുപോലെ? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പോലെ. ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയ മുൻകഴിഞ്ഞ പ്രവാചകൻ നബിമാരുടെ ചരിത്രങ്ങൾ പോലെ. അതല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിലെ ലോകാവസാനമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഇപ്പൊ നമ്മുടെ പ്രസന്റ് ലൈഫിൽ നമ്മുടെ കൺമുന്നിൽ കാണാത്ത കാര്യങ്ങളെ, മലക്കുകളെ സംബന്ധിച്ച്, ജിന്നുകളെ സംബന്ധിച്ച്, ഇങ്ങനെ പല കാര്യങ്ങളെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു തന്നതാണെങ്കിൽ, പറഞ്ഞതാണെങ്കിൽ നമ്മൾ പിന്നെ അതിൽ ഡൗട്ട് അടിക്കാൻ പാടില്ല, സംശയിക്കാൻ പാടില്ല. അത് ഹക്കാണ്, സത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നതാണെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മളത് കണ്ടിട്ടില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണെങ്കിൽ നമ്മളത് കണ്ണടച്ച് വിശ്വസിക്കും, അത് സത്യമാണ്. സയൻസ് കൊണ്ട് അത് തെളിയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ ഞങ്ങളത് അംഗീകരിക്കുക, സത്യമാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട. നമുക്കറിയാം, അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഒരു വിളിപ്പേരുണ്ട്. എന്താണ്? അസിദ്ദീഖ്. ഈ ഉമ്മത്തിലെ സിദ്ദീഖാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹുവിന് അസിദ്ദീഖ് എന്നുള്ള വിളിപ്പേര് കിട്ടിയത്? എന്താ അതിന്റെ കാരണം? എന്താണെന്നറിയോ? അത് ഇതുപോലെ ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം അറിയിച്ചു കൊടുത്തപ്പോൾ അത് യാതൊരു ഡൗട്ടും അടിക്കാതെ, മടിച്ചു നിൽക്കാതെ, രണ്ടാമതൊന്നും ചിന്തിക്കാതെ അത് അങ്ങനെ തന്നെ പൂർണ്ണമായും വിശ്വസിച്ചത് കാരണത്താലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അസിദ്ദീഖ് എന്നുള്ള പേര് കിട്ടിയത്. എന്താണ് സംഭവം? ഇസ്രാ മിഅ്റാജ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒറ്റൊരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും മസ്ജിദുൽ അഖ്സയിൽ നിന്ന് 7 ആകാശങ്ങൾക്ക് മുകളിലേക്കും സഞ്ചരിച്ചു എന്നുള്ള ആ വാർത്ത മക്കയിൽ പ്രചരിച്ചപ്പോൾ, നിങ്ങൾ ശ്രദ്ധിക്കണം, ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്ന, അതിനോട് താല്പര്യം കാണിച്ചിരുന്ന പല ആളുകളും വീണ്ടും ഇസ്ലാമിൽ നിന്ന് മടങ്ങി കാഫറുകളായി, മുർത്തദ്ദുകളായി പോയി. പല ആളുകളും ഇസ്ലാം വേണ്ടെന്ന് വെച്ചു. കാരണം ഇതൊന്നും ഒരിക്കലും അന്നത്തെ കാലത്ത് ചിന്തിക്കാൻ, ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അല്ലെ, ഇന്നത്തെ കാലത്ത് ഇത്രയും വലിയ സ്പീഡുള്ള ടെക്നോളജികളും കോൺകോഡ് വിമാനങ്ങളും മറ്റ് റോക്കറ്റും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇന്നത്തെ ചിന്തിക്കുമ്പോൾ വലിയ പ്രയാസം ഉണ്ടാക്കുന്നില്ല. പക്ഷെ അന്നത്തെ കാലത്ത് അത് ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ലോജിക്കലി ഒരിക്കലും ചിന്തിച്ചെടുക്കാൻ പാടുള്ള, പ്രയാസമുള്ളൊരു കാര്യമാണ്. പക്ഷെ ഈ ഒരു കാര്യം അബൂബക്കർ റളിയല്ലാഹു അൻഹു കേട്ടപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയും?
അദ്ദേഹം ഒരു നിലയ്ക്ക് ഒരു സംശയവും പ്രകടിപ്പിക്കാതെ അത് രണ്ടാമതൊന്ന് മറുത്ത് ചിന്തിക്കുക പോലും ചെയ്ത അദ്ദേഹം പറഞ്ഞത്, മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. ഇൻകാന ഖദ് ഖാലഹു ഫഖദ് സദഖ്. മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. അതിൽ പിന്നെ വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ ഒരു നിലയ്ക്ക് പ്രതികരിച്ചത് കൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അസദ്ദീഖ് എന്നുള്ള പേര് കിട്ടിയത്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഒരു മുസ്ലിമിന്റെ മൂന്നാമത്തെ അടിസ്ഥാനപരമായിട്ടുള്ള ബാധ്യത. നാലാമത്തെ കാര്യം എന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങൾക്കനുസരിച്ച് സ്വഹാബത്ത് നടപ്പിൽ വരുത്തിയ പ്രാക്ടിക്കലാക്കിയ ദീനിന്റെ വശങ്ങൾ, ഇബാദത്തുകളുണ്ട്. നമുക്കൊക്കെ അറിയാം. ഒരുപാട് പ്രവർത്തനങ്ങൾ അവർ പ്രവർത്തിച്ച് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കൽപ്പനകൾ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്, അല്ലേ? നാലാമത്തെ ബാധ്യത എന്താന്ന് വെച്ചാൽ, ഈ കൽപ്പനകൾക്ക് അടിസ്ഥാനപ്പെടുത്തി സ്വഹാബത്ത് എങ്ങനെയൊക്കെ ഇബാദത്തുകൾ ചെയ്തുവോ അതിൻ്റെ അപ്പുറത്തേക്ക്, അതിൽ പെടാത്തൊരു ഇബാദത്ത് നമ്മൾ ചെയ്യരുത്. ഇതാണ് നാലാമത്തെ ബാധ്യത. എന്ന് വെച്ചാൽ അവർ എവിടെ വരച്ചോ ആ വരക്ക് അപ്പുറത്തേക്ക് നമ്മൾ കടക്കരുത്. അവരെന്താണോ ഇബാദത്തുകളായി ചെയ്തത് അത് നമ്മൾ ചെയ്യുക, അത്ര മതി. അള്ളാഹു സ്വഹാബത്തിന് തൃപ്തിപ്പെട്ടു, അല്ലേ? റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. എന്ത് ഇബാദത്തുകൾ എങ്ങനെ ജീവിച്ചിട്ടാണോ അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടത് അതേപോലെ നമ്മളും ജീവിച്ചാൽ മതി. അള്ളാഹു നമ്മളെയും തൃപ്തിപ്പെടും. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. എന്നാൽ നമ്മൾ അതിലുള്ളതിനേക്കാൾ കൂട്ടിയാലോ, പിന്നെയും ആഡ് ചെയ്താലോ, എക്സ്ട്രാ നമ്മുടെ വക ചേർത്താലോ, കൂട്ടിച്ചേർത്താലോ, അതിനെയാണ് ബിദ്അത്തുകൾ എന്ന് പറയാം. ഒരിക്കലും ഒരു ബിദ്അത്ത്, നമ്മൾക്ക് സുന്നത്തുകൾ എത്ര കുറവാണെങ്കിലും ഒരിക്കലും നമ്മളൊരു ബിദ്അത്ത് ചെയ്യരുത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഇത്തബിഉ വലാ തബ്തദിഉ. നിങ്ങൾ പിന്നാലെ ഫോളോ ചെയ്താൽ മതി, പിൻപറ്റിയാൽ മതി. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്, അതിന്റെ അടിസ്ഥാനത്തിൽ സ്വഹാബത്ത് എങ്ങനെയാണ് സഞ്ചരിച്ചത്, അതിനെ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്താൽ മതി. വേറൊന്നും നിങ്ങൾക്ക് ബാധ്യതയില്ല. വേറൊരു ബാധ്യതയും റബ്ബ് നിങ്ങളുടെ മേൽ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റൂ. വലാ തബ്തദിഉ, നിങ്ങൾ പുതുതായിട്ടൊരു കാര്യം ചെയ്യരുത്. അവർ വിശ്വസിക്കാത്തൊരു വിശ്വാസം നിങ്ങൾ വിശ്വസിക്കരുത്. അവർ ചെയ്തിട്ടില്ലാത്തൊരു ഇബാദത്ത് നിങ്ങൾ ചെയ്യരുത്. ഫഖദ് കുഫീതും, നിങ്ങൾ മതിയാക്കപ്പെട്ട ആളുകളാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെല്ലാം സ്വർഗത്തിൽ പോകാൻ ആവശ്യമുണ്ടോ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, സ്വഹാബത്ത് നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പുതുതായിട്ടൊരു കാര്യം ചെയ്യരുത്. അതിനാണ് ബിദ്അത്തുകൾ എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. പല ആളുകളും ചിന്തിക്കുക, നല്ലതല്ലേ, ഇതിനെന്താ കുഴപ്പം, അല്ലെങ്കിൽ നമ്മൾ റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് ചെയ്യുന്നതല്ലേ, മോശപ്പെട്ടൊരു കാര്യമൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. ഇങ്ങനെ പല ന്യായീകരണങ്ങളുമാണ് ആളുകൾ പറയാം. നമ്മൾ ശ്രദ്ധിക്കണം. നല്ലതല്ലേ എന്ന് നമ്മൾ കരുതി എന്നുള്ളത് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമോ? നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും അങ്ങനെ ഇത് കാരണത്താൽ റബ്ബ് നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനും വേണ്ടിയിട്ടാണ്, അല്ലേ? റബ്ബ് അത് സ്വീകരിക്കണമെങ്കിൽ അത് നല്ലതാണല്ലോ, അല്ലെങ്കിൽ റബ്ബിന്റെ തൃപ്തി മാത്രം ആഗ്രഹിക്കുന്നതാണല്ലോ എന്ന് ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെന്തും വേണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന പോലെ തന്നെ ചെയ്യുകയും വേണം, അല്ലേ? അതല്ലേ നബി സല്ലല്ലാഹു ഹദീസിൽ പറഞ്ഞത്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ ദീനിൽ ഇല്ലാത്തൊരു കാര്യം ഒരാൾ പുതുതായി ഉണ്ടാക്കിയാൽ എന്താ പറഞ്ഞത്? നല്ലതാണെങ്കിൽ സ്വീകരിക്കും, അല്ലെങ്കിൽ അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടും, അള്ളാഹ് സ്വീകരിക്കൂല. മറ്റൊരു ഹദീസിൽ കാണാം, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ
ഫഹുവ റദ്ദുൻ. നാം കൽപ്പിച്ചിട്ടില്ലാത്തൊരു കാര്യം റസൂൽ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ചെയ്യാൻ, ഇത് ദീനിൽ ഇങ്ങനെ ഉണ്ട് എന്നൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. അങ്ങനത്തെ ഒരു കാര്യം ഒരാൾ ദീനായി കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഫഹുവ റദ്ദുൻ, അത് അള്ളാഹ് തള്ളിക്കളയും. റബ്ബ് അത് സ്വീകരിക്കൂല, കബൂലാക്കൂല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പണി, എഫേർട്ട്, കഷ്ടപ്പാടുകൾ വെറുതെയാകും. അതിന് യാതൊരു പ്രതിഫലവും റബ്ബിന്റെ അടുക്കൽ കിട്ടൂല എന്ന് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കണം. അതിന്റെ അപകടം അതിൽ ഒതുങ്ങുന്നില്ല. ബിദ്അത്തുകളുടെ അപകടം അതിൽ ഒതുങ്ങുകയാണെങ്കിൽ പിന്നെയും പോട്ടെ എന്ന് വെക്കാം. പക്ഷേ ബിദ്അത്തുകളുടെ അപകടം എന്താണെന്നറിയോ? ഈ ചെയ്ത പ്രവർത്തനങ്ങൾ കാരണത്താൽ അവൻ പരലോകത്ത് ശിക്ഷയ്ക്ക് അർഹനായിത്തീരും. ശ്രദ്ധിക്കണം. ബിദ്അത്തുകൾ ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് ആ ബിദ്അത്തുകൾക്ക് പ്രതിഫലം കിട്ടൂല എന്ന് മാത്രമല്ല, ആ ബിദ്അത്തുകൾ കാരണത്താൽ അവൻ പരലോകത്ത് ശിക്ഷിക്കപ്പെടും. അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കൂട്ടം ആളുകളെ പറ്റി ഹദീസിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? അവർ ധാരാളം ഇബാദത്തുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇബാദത്തുകൾ ചെയ്ത് അതിന്റെ അടയാളങ്ങളൊക്കെ അവരിൽ പ്രകടമായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവരെ മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ കഴിയും, ഇതെന്റെ ഉമ്മത്താണ്. കാരണം അവർ നിസ്കരിക്കുകയും അങ്ങനെ നിസ്കരിക്കുമ്പോൾ എടുക്കുന്ന ഉളൂവിന്റെ അടയാളങ്ങൾ അത് അവരിൽ പ്രകാശിക്കുകയും ചെയ്യുന്ന രൂപത്തിലായിരിക്കും അവർ ഖിയാമത്ത് നാൾ കടന്നു വരിക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മനസ്സിലാവും ഇത് എന്റെ ഉമ്മത്താണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ഹൗദിലേക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തു നിൽക്കുമ്പോൾ മലക്കുകൾ അവരെ വഴിയിൽ വെച്ച് തടഞ്ഞ് അവരെ നരകത്തിന്റെ വഴിയിലേക്ക് വലിച്ചു കൊണ്ടുപോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അത് എന്റെ ഉമ്മത്താണ്, അവരെന്റെ ഉമ്മത്താണ്, അവരെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കടത്തിവിടണം, എനിക്ക് അവർക്ക് ഹൗദിൽ നിന്ന് വെള്ളം കോരി കൊടുക്കാനുള്ളതാണ് എന്ന് പറയുമ്പോൾ മലക്കുകൾ പറയും, ഇന്നക ലാ തദ്രി മാ അഹ്ദസൂ ബഅദക്. റസൂലേ, താങ്കളുടെ കാലഘട്ട ശേഷം ഇവരെന്തൊക്കെയാണ് ദീനിൽ പുതിയതായി കൊണ്ടുവന്നത്? പുതിയ വിശ്വാസങ്ങൾ, പുതിയ ആചാരങ്ങൾ, പുതിയ അനുഷ്ഠാനങ്ങൾ, ഇബാദത്തുകൾ എന്ന പേരിൽ പുതിയ പുതിയ പല കാര്യങ്ങൾ, പുത്തൻ ആചാരങ്ങൾ, എന്തൊക്കെയാണ് അവർ പുതുതായി കൊണ്ടുവന്നത് എന്ന് താങ്കൾക്ക് അറിയില്ല റസൂലേ എന്ന് മലക്കുകൾ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയാന്നറിയോ? സുഹ്കൻ സുഹ്കൻ ലിമൻ ബദ്ദല ദീനി. എന്റെ ദീനിനെ മാറ്റം വരുത്തിയ ആളുകൾ അവർ ദൂരെ പോകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആളുകളുടെ മുഖത്ത് നോക്കി ആട്ടിയൊടി. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, നമ്മളുടെ റോൾ മോഡലായ നമ്മുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ബന്ധുമിത്രാദികളെക്കാളും കൂട്ടുകാരെക്കാളും എല്ലാവരെക്കാളും നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് നമ്മൾ പ്രതീക്ഷയോടുകൂടെ, ആഗ്രഹത്തോടുകൂടെ, ഹൗദിൽ നിന്ന് വെള്ളം ഇപ്പൊ കിട്ടും എന്ന രൂപത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് മുന്നിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം നമ്മുടെ മുഖത്ത് നോക്കി എന്ത് ചെയ്യണം? നമ്മളെ ആട്ടി അകറ്റാണ്. അതെത്രമാത്രം വലിയ ഒരു ദുരവസ്ഥയാണ്, എത്രമാത്രം അപകടം പിടിച്ചൊരു സന്ദർഭമാണത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ അവസ്ഥയിലേക്ക് എത്തുന്നത്? അവരെന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തത് കൊണ്ടല്ല, മറിച്ച് ദീനിലില്ലാത്ത കാര്യങ്ങൾ ദീനിൽ ഉള്ളതാണ് എന്ന നിലയ്ക്ക്, നല്ലതാണെന്നുള്ള നിലയ്ക്ക് അവർ പ്രവർത്തിക്കാൻ തുടങ്ങി. നമ്മുടെ നാട്ടിൽ പല ആളുകളും പല മാല മൗലീദുകൾ, റാത്തീബുകൾ, മറ്റു പല എത്രയോ പ്രവർത്തനങ്ങൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കൽപ്പനകളിൽ ആ പ്രവർത്തനങ്ങൾ കാണാൻ കഴിയൂല. സ്വഹാബത്ത് അത്തരത്തിൽ എവിടെയെങ്കിലും പ്രവർത്തിച്ചതായി അവർക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അല്ലേ? ജാറങ്ങൾക്കും മക്ബറകൾക്കും ചുറ്റും നടത്തുന്ന എത്രയോ അനാചാരങ്ങൾ, അതിൽ ഏത് പ്രവർത്തനത്തിനാണ് സ്വഹാബത്തിന് മാതൃക കൊണ്ടുവരാൻ സാധിക്കുക? എത്തരം ആളുകൾ കഴിയോ? ഒരിക്കലും കഴിയില്ല. ഏതെങ്കിലും ഒരു സഹാബി ഇവരിന്ന് ജാറങ്ങൾക്കും മക്ബറകൾക്കും ചുറ്റും ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനം, ജാറം കെട്ടിപ്പൊക്കുന്നതോ പച്ച പട്ടു വിരിക്കുന്നതോ അവിടെ ചന്ദനത്തിരി കത്തിക്കുന്നതോ അതിന് മുന്നിൽ ചെന്ന് സുജൂദ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആ കബറാളിയോട് പ്രാർത്ഥിക്കുന്നതോ അവിടേക്ക് നേർച്ച ചെയ്യുന്നതോ, ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രവർത്തനം ഏതെങ്കിലും ഒരു സഹാബി ചെയ്തതായി സ്ഥിരപ്പെട്ട് അവർക്ക് സ്വഹീഹായ സനദുകളോടെ കൊണ്ടുവരാൻ സാധിക്കില്ല. അത്തരം പുതിയ കാര്യങ്ങളൊക്കെ
വളരെയധികം ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം എല്ലാ ഖുത്ബ നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാ വെള്ളിയാഴ്ചയും അല്ലെങ്കിൽ ഒരു നിക്കാഹിന് ആളുകൾ കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു സദസ്സിൽ ജനങ്ങൾക്ക് ഉത്ബോധനം നടത്താൻ ഉദ്ദേശിക്കുമ്പോൾ ഇത്തരം പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സന്ദർഭങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് എന്ത്? വശർറൽ ഉമൂരി മുഹ്ദസാത്തുഹാ, ഏറ്റവും വൃത്തികെട്ട കാര്യം എന്നുള്ളത് തിന്മകളല്ല, മറ്റെന്തെങ്കിലും മോശപ്പെട്ട തെമ്മാടിത്തരങ്ങളൊന്നുമല്ല. ഏറ്റവും വൃത്തികെട്ട കാര്യം മുഹ്ദസാത്തുഹാ, ഇത്തരം ബിദ്അത്തുകളാണ്. ദീനിലില്ലാത്ത എന്നാൽ ദീനാണെന്ന രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ, അതാണ് ഏറ്റവും വൃത്തികെട്ട കാര്യം, ഏറ്റവും മോശപ്പെട്ട കാര്യം. എന്നിട്ട് എന്താ പറയുന്നത്? വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്ത, വഴികേടാണ്. എല്ലാ ബിദ്അത്തും ളലാലത്ത്. നിങ്ങൾ ചിന്തിച്ചാൽ മതി, നമുക്ക് ഈ ദീനിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ, എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ അതെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ വിട്ടേച്ച് പോയത്. എന്തൊരു കാര്യം സ്വഹാബത്ത് പറയാറുണ്ട്, ആകാശത്തു കൂടെ പക്ഷികൾ പറന്നു പോകുന്നുണ്ടെങ്കിൽ ആ പക്ഷികളിൽ എന്തെങ്കിലും ഹൈറുണ്ടെങ്കിൽ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് പറഞ്ഞു തരാതിരുന്നിട്ടില്ല. എന്തൊരു കാര്യം, എത്ര നിസാരമെന്ന് നമ്മൾ കണക്കാക്കുന്ന കാര്യങ്ങൾ പോലെ ബാത്റൂമിൽ കയറുമ്പോൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് പഠിപ്പിച്ചെന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചു തരാതെ വിട്ടുപോകും? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. മറിച്ച് നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, എല്ലാ കാര്യവും. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുന്ന ഒരു വാക്കുണ്ട്, എന്താണെന്നറിയോ? ഒരാൾ ഈ ദീനിൽ ഒരു നല്ല ബിദ്അത്ത് ഉണ്ട്, ഒരു പുതിയ കാര്യം അയാൾ സ്വഹാബത്ത് ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ചെയ്യാം, അല്ലെ? ഇപ്പൊ മൗലീദ് കഴിക്കാം, നബിദിനാഘോഷം, അയാൾ പറയുന്നത് നല്ല ബിദ്അത്താണ് എന്നൊരാൾ സ്വഹാബത്ത് ചെയ്തിട്ടില്ലാത്തൊരു കാര്യം അതിനെപ്പറ്റി നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയാതെ പറയുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ദൗത്യം പൂർത്തീകരിച്ചില്ല, അദ്ദേഹം വിശ്വസ്തത കാണിച്ചില്ല, അദ്ദേഹത്തോട് റബ്ബ് കൽപ്പിച്ച കൽപ്പനകളെല്ലാം ജനങ്ങൾക്ക് അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തില്ല എന്ന് പറയുന്നത് പോലെ. ഇമാം മാലിക് പറയുന്ന വാക്കാണ്, ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുന്ന വാക്കാണത്. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ആയത്തിറക്കിൽ അല്യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ കംപ്ലീറ്റ് ചെയ്തു, പൂർത്തീകരിച്ചു. അള്ളാഹ് പറയണ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇവര് പറയേ കംപ്ലീറ്റ് ആയിട്ടില്ല, എത്ര പോരാ, ഇനിയും കുറച്ചും കൂടെ വേണം. അത് വളരെ പേടിക്കേണ്ട ഗൗരവമുള്ള വിഷയമാണ്, വളരെ പേടിക്കേണ്ട ഗൗരവം. നമ്മൾ അതിന്റെ ഗൗരവം മനസ്സിൽ നിങ്ങൾ ഒറ്റൊരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, ഒരേ ഒരു കാര്യം. എന്താണ് ബിദ്അത്തുകൾ ഒരു ദീനിന് ഉണ്ടാക്കി വെക്കുന്ന നാശനഷ്ടങ്ങൾ എത്രത്തോളം വലുതാണ്, ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ഒരേ ഒരു കാര്യം മാത്രം ചിന്തിക്കുക. എന്താണ്? ജൂത നസാറാക്കൾ അവരുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ജൂത നസാറാക്കളുടെ ഇന്നത്തെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ജൂത നസാറാക്കൾ വളരെ നല്ല മികച്ച ഒരു സമൂഹമായിരുന്നു, തൗഹീദ് ഉണ്ടായിരുന്ന, നബിമാരിൽ വിശ്വസിച്ചിരുന്ന, കിതാബുകൾ ഇറക്കപ്പെട്ടിരുന്ന, അത് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു വിഭാഗമായിരുന്നു ജൂത നസാറാക്കൾ. പക്ഷെ ഇന്ന് അവരുടെ അവസ്ഥ എന്താ? അവരിൽ തൗഹീദ് ഉണ്ടോ? ഈമാൻ ഉണ്ടോ? അവരുടെ കിതാബുകൾ പഴയതുപോലെ അവതരിപ്പിക്കപ്പെട്ടതുപോലെ നിലനിൽക്കുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. അവരുടെ ദീൻ മൊത്തത്തിൽ മാറി, മുഴുവനായിട്ടും വേറെ തന്നെ ഒരു ദീനായി. തൗഹീദിന്റെ റസൂലുമാർ അയക്കപ്പെട്ട ആ ആളുകൾ ഇന്ന് ഷിർക്കിന്റെ നേതാക്കന്മാരായി മാറി, ഷിർക്കിന്റെ പ്രചാരകന്മാരായി മാറി. ഇതാണ് ബിദ്അത്തുകൾ ഒരു സമൂഹത്തെ മാറ്റി, ഒരു ദീനിനെ മാറ്റിമറിക്കുന്നത് ഇപ്രകാരമാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യത
പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്ന, അദ്ദേഹം സ്വഹാബത്തിന് വിട്ടേച്ചു പോയ, സ്വഹാബത്ത് അവരുടെ നടപടിക്രമങ്ങൾ ഉൾപ്പെടുത്തിയ പ്രവർത്തനങ്ങളല്ലാതെ, വിശ്വാസങ്ങളല്ലാതെ നമ്മൾ ഒരു കാര്യവും ദീനായി വിശ്വസിക്കരുത്, പ്രവർത്തിക്കരുത്. ഇതാണ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പൂർത്തീകരിക്കാനുള്ള നാലാമത്തെ ബാധ്യത. ഇത് സാന്ദർഭികമായി ഞാനൊരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എന്താണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ ശ്രേഷ്ഠത? അത് ഒരുപാട് പറഞ്ഞാൽ തീരാത്തത്രയും ധാരാളമുണ്ട്. എങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പ്രത്യേകതകൾ, അതിൻ്റെ ശ്രേഷ്ഠതകൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. എന്താണ്? ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് സ്വർഗത്തിന്റെ താക്കോലാണ്. എന്നുവെച്ചാൽ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ ജീവിതത്തെ മാറ്റം വരുത്തിയിട്ടില്ല എന്ന് വിചാരിക്കാം. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, മറ്റു പലതിനെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. അള്ളാഹുവിനോടും പ്രാർത്ഥിക്കുന്നുണ്ട്, വലിയനോടും പ്രാർത്ഥിക്കുന്നുണ്ട്. അള്ളാഹുവിനോടും സഹായം തേടുന്നുണ്ട്, മഹത്തുക്കളോടും സഹായം തേടുന്നുണ്ട്. അങ്ങനെ ഒരാളാണെന്ന് വിചാരിക്കുക. അവൻ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഒരിക്കലും എത്ര കോടി വർഷങ്ങൾ കഴിഞ്ഞാലും അവൻ ഒരു കാലത്തും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഒരു കാലത്തും പ്രവേശിക്കും. എത്രയൊക്കെ തീയിൽ കടന്ന് വെന്തെരിഞ്ഞാലും, എത്രയൊക്കെ കഠിനമായ ശിക്ഷകൾ ഏറ്റുവാങ്ങിയാലും അവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. എന്നാൽ ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാ ഉണ്ടെങ്കിലോ, ഒരാൾ അള്ളാഹുവിനല്ലാതെ മറ്റാരെയും ഇബാദത്ത് ചെയ്തിട്ടില്ല, അവന്റെ എല്ലാ ഇബാദത്തുകളും റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ നൽകിയിട്ടുള്ളൂ. അങ്ങനെ ഒരാളാണെങ്കിൽ അവൻ നരകത്തിൽ കിടക്കേണ്ടി വന്നാലും, അവൻ നരകത്തിൽ പോകേണ്ടി വന്നാലും, അവന്റെ മറ്റ് തിന്മകൾ കാരണമൊക്കെ നരകത്തിൽ പോകേണ്ടി വന്നു എന്ന് തന്നെ വിചാരിക്കുക. പക്ഷെ അവൻ ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് അവൻ സ്വർഗത്തിലേക്ക് എത്തിയിരിക്കും, ഉറപ്പാണ്. അവന്റെ തൗഹീദ് കറകളഞ്ഞതാണെങ്കിൽ, ശിർക്ക് അവന്റെ ജീവിതത്തിൽ പറ്റാതെ അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിലേക്ക് എത്തും, യാതൊരു സംശയവുമല്ല. അവന്റെ ജീവിതത്തിൽ മറ്റെന്തൊക്കെ തിന്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ശരി. അതേപോലെ തന്നെ തിരിച്ചും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാത്തൊരാൾ അവൻ കുറേ നന്മകൾ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു, ഒരുപാട് നാട്ടുകാരെ സഹായിച്ചു, ഒരുപാട് ചാരിറ്റി പ്രവർത്തനം ഇങ്ങനെയൊക്കെ ചെയ്തു. പക്ഷെ അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലെങ്കിൽ അവന്റെ ആ പ്രവർത്തനങ്ങളൊന്നും റബ്ബിന്റെ അടുക്കൽ ഉപകരിക്കൂല. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അത് റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യത വേണമെങ്കിൽ നമ്മൾക്ക് തൗഹീദ് കൃത്യമായിരിക്കണം, ഷിർക്ക് കലരാത്ത തൗഹീദായിരിക്കണം. അതേപോലെ തന്നെ ഈ തൗഹീദിന്റെ മറ്റൊരു പ്രത്യേകത, ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റൊരു പ്രത്യേകതയാണ് എന്ത്? നമ്മുടെ തിന്മകളിലെ നമുക്കൊക്കെ തെറ്റുകൾ പറ്റും. നമ്മളാരും മലക്കുകളൊന്നുമല്ല. തെറ്റുകൾ പറ്റാതിരിക്കാൻ ശ്രമിക്കണം, അത് വേറെ വിഷയം. പക്ഷെ എന്നാലും മാനുഷികമായ പല പോരായ്മകൾ കൊണ്ട് ഒരുപാട് തെറ്റുകൾ പറ്റുന്ന ആളുകളാണ് ഞാനും നിങ്ങളൊക്കെ. ഈ തെറ്റുകൾ പറ്റുമ്പോൾ ആ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, ആ തെറ്റ് പുറത്തു കിട്ടാൻ. ഈ തെറ്റ് പുറത്തു കിട്ടാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്നറിയോ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണം, റീസൺ എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ തെറ്റുകൾ കാരണമാകുന്നത് പോലെ, പൊറുപ്പിക്കപ്പെടാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കാരണമാകുന്നത് പോലെ മറ്റൊരു കാര്യവും എന്താവൂല, കാരണമാകൂല. ഏറ്റവും കൂടുതൽ നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടുക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാരണത്താലാണ്. അതൊരു ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. ഒരു വ്യക്തി, അയാൾ കുറെ കാലം ജീവിച്ചു, അയാളുടെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ അയാൾ ചെയ്തു. അങ്ങനെ അവസാനം അയാൾ മരിക്കാനായ സമയമാകുമ്പോൾ അയാൾക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുകയാണ്, ഹക്ക് മനസ്സിലാവാൻ. അങ്ങനെ അയാൾ ആത്മാർത്ഥമായ റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങി അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ചൊല്ലി അയാൾ മരിക്കുക. ഇയാളെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവൻ ചെയ്ത തിന്മകളൊക്കെ ഇവന്റെ മുന്നിൽ ഇവന് കാണിച്ചു കൊടുക്കും. ഇവൻ ചെയ്ത അമലുകളെല്ലാം ഇവന്റെ മുന്നിൽ പ്രദർശിപ്പിക്കും. എന്നിട്ട് അവനോട് ചോദിക്കും, ഈ തിന്മകൾക്ക് പകരം നിന്റെ മീസാനിൽ വെക്കാൻ
എന്തെങ്കിലും നന്മകൾ നീ ചെയ്തതായി നിനക്ക് ഓർമ്മയുണ്ടോ? അപ്പൊ അവനാകെ വെപ്രാളത്തിൽ ബേജാറിൽ, എനിക്കൊന്നും ഓർമ്മയില്ല റബ്ബേ, ഞാനൊരു നന്മയും ചെയ്തിട്ടില്ല എന്നവൻ പറയും. വീണ്ടും വീണ്ടും റബ്ബ് അവനോട് ചോദിക്കും, വീണ്ടും വീണ്ടും അവൻ അതന്നെ പറയാം, എനിക്ക് ഓർമ്മയില്ല റബ്ബേ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു ആ അടിമയോട് അങ്ങോട്ട് പറയും, നീ ഒരു നന്മ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ പറഞ്ഞ ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് അതൊരു ഏടിൽ എഴുതിയാൽ ഒരു കാർഡിന്റെ വലിപ്പമുണ്ട്. ആ ഒരു കാർഡ് ഇവന്റെ മീസാനിൽ നന്മകളുടെ ഭാഗത്ത് വെക്കും. എന്നിട്ട് ഇവൻ ചെയ്ത തിന്മകളിലെ അത് കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുകയാണ്. ആ ഏടുകളൊക്കെ കൂടി കൂട്ടി ഇവന്റെ തിന്മകളുടെ ഭാഗത്ത് മീസാനിൽ വെക്കുകയും ചെയ്യും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അവന്റെ ലാ ഇലാഹ ഇല്ലല്ലയുടെ ഭാഗം കനം തൂങ്ങുമെന്ന്. ലാ ഇലാഹ ഇല്ലല്ലയുടെ ഭാഗം കനം തൂങ്ങുമെന്ന്. അങ്ങനെ അവന്റെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടുകയും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. അപ്പൊ ഇത്രയധികം നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടാൻ കാരണമാകുന്ന കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേപോലെ നേരത്തെ പറഞ്ഞ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് റബ്ബ് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചവരാകണം. അതുപോലെ നമ്മൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ, നരകത്തിന് രക്ഷപ്പെടണമെങ്കിൽ ഇതിനെല്ലാത്തിനും ആദ്യം വേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കിട്ടണം അല്ലേ? നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വേണ്ടി ശുപാർശ പറയാൻ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ശുപാർശ നമുക്ക് കിട്ടണമെങ്കിൽ, ഇനി കിട്ടിയാലും നമുക്കത് ഉപകരിക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണം. അല്ലേ? നിങ്ങൾക്കറിയില്ല അബൂ താലിബിന്റെ ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പം മുതൽ സ്വന്തം ഉപ്പാന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം ചെയ്തു കൊടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാതെ മരണപ്പെട്ടതുകൊണ്ട് ആ അബൂ താലിബിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഫാഅത്ത് പറയുമ്പോൾ പോലും അള്ളാഹ് സ്വീകരിക്കൂല. നബി സല്ലല്ലാഹു അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂല് ശഫാഅത്ത് പറഞ്ഞിട്ട് പോലും അബൂ താലിബ് ഒരു സെക്കൻഡ് പോലും നരകത്ത് പുറത്തു കിടക്കുന്നില്ല. ആകെ കിട്ടുന്നൊരു ഗുണം എന്താന്ന് വെച്ചാൽ ഏറ്റവും അടിത്തട്ടിലെത്തേണ്ട, ഏറ്റവും കഠിനമായ ശിക്ഷ കിട്ടേണ്ട അവസ്ഥയിൽ നിന്ന് ഏറ്റവും മുകളിലേക്ക് എത്തി. പക്ഷെ ശിക്ഷ കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങേയറ്റം വേദനയുള്ള ശിക്ഷയാണ്. അയാൾ വിചാരിക്കുക അയാൾക്കാണ് ഏറ്റവും കഠിനമായ ശിക്ഷ, അത്രയും വേദനയുള്ള ശിക്ഷ അയാൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലെങ്കിൽ, അത് ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് ശുപാർശ കിട്ടൂല. ഇനി കിട്ടിയാൽ തന്നെ അത് നമുക്ക് റബ്ബിന്റെ അടുക്കൽ ഉപകരിക്കുകയുമില്ല. അങ്ങനെ ധാരാളം പ്രത്യേകതകളുണ്ട്. അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഈ പ്രത്യേകതകൾ നമുക്ക് കിട്ടണമെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, അതൊരിക്കലും നമ്മൾ ഇത് ആവർത്തിച്ച് നാവിൽ പ്രഖ്യാപിച്ചത് കൊണ്ടായില്ല. നമ്മൾ ഇതിന്റെ ആളുകളാണെന്ന് അവകാശവാദങ്ങൾ ഉന്നയിച്ചത് കൊണ്ടായില്ല. മറിച്ച് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ തെളിയിക്കണം. ഏത് ഏത് പ്രയാസഘട്ടങ്ങൾ വന്ന, എത്ര കുടുങ്ങിപ്പോയാലും, എന്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മളെ വലയം ചെയ്താലും റബ്ബിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ റബ്ബിനോട് മാത്രം ചോദിക്കും. മറ്റാരെയും നമ്മൾ വിളിക്കാതിരിക്കും, ആരോടും പ്രാർത്ഥിക്കാതിരിക്കും, ആരോടും സഹായം തേടാതിരിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് ഞാൻ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആളാണ്, ഞാൻ തൗഹീദിന്റെ വക്താവാണ്, നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ തെളിയിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ പ്രതിഫലങ്ങൾ, ഈ ശ്രേഷ്ഠതകളൊക്കെ കിട്ടാൻ നമ്മളെ അർഹനാക്കുന്ന ഒരേ ഒരു കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തനം കൊണ്ട് തെളിയിക്കുവാനും അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അവൻ തൃപ്തിപ്പെടുന്ന ആളുകൾ ഉൾപ്പെടുവാനും റബ്ബ് സുബ്ഹാനഹു നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.